രാഹുൽ ഗാന്ധി ഒരുപക്ഷെ ഇന്ത്യയിൽ ഉണ്ടായിരുന്നെങ്കിൽ ഈ ഒരു ചായ സൽക്കാരത്തിൽ പങ്കെടുക്കില്ല എന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്. ഞാൻ സത്യസന്ധമായിട്ട് പറയാം. മുമ്പുള്ള എല്ലാ ബോയ്ക്കോട്ടുകളിലും നിങ്ങൾ ബോയ്ക്കോട്ടെന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് പറയാം, വിട്ടുനിൽക്കലിലും അദ്ദേഹം പങ്കെടുത്തിരുന്നു. അദ്ദേഹം തന്നെയാണ് ആശയം മുന്നോട്ട് വെച്ചത്. ജോൺ ബ്രിട്ടാസ് എംപിയുടെ ചോദ്യമാണ്. കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളോടാണ്, കോൺഗ്രസിൻ്റെ എംപിമാരോടാണ്, UDFൻ്റെ എംപിമാരോടാണ്. മറുപടി പറഞ്ഞേ തീരൂ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളും അതോടൊപ്പം തന്നെ UDFൻ്റെ എംപിമാർ. ഈ ഉത്തരത്തിൽ അവസാനിപ്പിക്കുന്നില്ല ജോൺ ബ്രിട്ടാസ്. അദ്ദേഹം വീണ്ടും ഒരു കാര്യവും കൂടി പറയുന്നുണ്ട്, അതും കൂടി കേൾക്കാം. അതുകൊണ്ട് നിങ്ങൾ എല്ലാ പ്രാവശ്യവും അദ്ദേഹത്തെ ഞാൻ വിമർശിച്ചു എന്ന് പറയേണ്ട കാര്യമില്ല. അദ്ദേഹത്തെ വിമർശിക്കേണ്ട സമയത്ത് വിമർശിക്കണം. അദ്ദേഹം ഞങ്ങളെ വിമർശിക്കാറുണ്ട്. കേരളത്തിൽ വന്നിട്ട് ഇടതുപക്ഷ ഗവൺമെൻറ്റിനെയും ഇടതുപക്ഷത്തെയൊക്കെ നിരന്തരമായി വിമർശിക്കുന്നവരല്ലേ. അപ്പോൾ ഇവിടുത്തെ ഇത് ഞാൻ വിമർശിക്കുന്നത് മാത്രമാണ് നിങ്ങൾ കാണുന്നത്. കേരളത്തിലെ UDF എംപിമാർക്ക് ഈ കഴിഞ്ഞ സെഷനിൽ ആകെ 2 പരിപാടി ഉണ്ടായിരുന്നുള്ളൂ. എന്താണ്? ഒന്ന് പാരയും 2 പാരടിയും. ഇതിനെല്ലാം വേറെ എന്തെങ്കിലും പരിപാടി ഉണ്ടാ? പാര ആൻഡ് പാരടി. ഏത്? പോറ്റി സ്തുതി. നിങ്ങൾ ആരും ചോദിച്ചില്ലല്ലോ. അയ്യപ്പന് പോലും പോറ്റിയെ അറിയുന്നതിന് മുമ്പ് പോറ്റിയെ ഇവിടെ കൊണ്ടുവന്ന് സോണിയാഗാന്ധിയുടെ കയ്യിൽ നൂല് കെട്ടിച്ച വിദ്വാന്മാരാണ് അമ്മമാർ. ഏത്? സർവശക്തിയായിരുന്നു ഒന്ന് സോണിയാഗാന്ധി. എനിക്കൊന്ന് UPയുടെ ചെയർപേഴ്സണായിരുന്നു. പ്രധാനമന്ത്രിയെ കാണാൻ പറ്റും, UPA ചെയർപേഴ്സണെ കാണാൻ പറ്റാത്ത സമയത്ത് ഈ പോറ്റിയെ കൊണ്ടുവന്ന് കയ്യിൽ നൂല് കെട്ടിച്ച വിദ്വാന്മാരാണ് അമ്മമാർ. എന്നിട്ടാണ് അവർ പാർലമെന്റിന് മുമ്പിൽ നിന്ന് ഈ പാരടിപ്പാട്ട് പാടിയത്. അസാമാന്യ തൊലിക്കിട്ടി ഉണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഞാൻ വിമർശിക്കുന്നതല്ല, അവർ ചെയ്യുന്ന ഈ പാരയും പാരടിയും കേരള സമൂഹം കാണുന്നുണ്ടെന്നും ഒരുപക്ഷെ നിങ്ങളെപ്പോലുള്ള ആൾക്കാർ അവരോട് ചോദിക്കേണ്ട ചോദ്യങ്ങൾ കൃത്യമായി ചോദിക്കാതിരിക്കുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ ഞാൻ പറയാൻ നിർബന്ധിതനാകുന്നതാണെന്നും നിങ്ങൾ മനസ്സിലാക്കി. ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴാണ് അവർ പറയുന്നത്. കഴിഞ്ഞ ഒരാഴ്ചയായിട്ടാണ് ഈ ബ്രിട്ടാസ്. ഞാൻ ഒറ്റ കാര്യം ചോദിച്ചോട്ടെ. അതായത് ഇവർ പാരടി പാടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇവിടെ കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട എംപിമാർ സോണിയാഗാന്ധിക്കൊപ്പം നിന്ന് പോറ്റിയെ കൊണ്ട് ആ സ്ത്രീയുടെ കയ്യിൽ നൂല് കെട്ടിക്കുന്ന ദൃശ്യങ്ങൾ നിങ്ങളുടെ കയ്യിലുണ്ടായിരുന്നില്ലേ? ആ പാരടി പാടിക്കൊണ്ടിരിക്കുമ്പോൾ ഫോണിൽ ഇതൊക്കെ കാണിച്ചിട്ട് ഇതെന്താണ് നൂല് കെട്ടിച്ചത്? കേരളത്തിൽ ഞാൻ പറഞ്ഞല്ലോ, അയ്യപ്പന് പോലും അറിയുന്നതിന് മുമ്പാണ് ഈ പോറ്റിയെ ഇവർ കൊണ്ട് നൂല് കെട്ടിച്ചത്. ഇതൊക്കെ കേരള സമൂഹം കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. കേരളത്തിന് വേണ്ടിയിട്ട് എന്ന് പറഞ്ഞ് ഇവർ പ്രവർത്തിക്കുന്ന എംപിമാർ കേരളത്തിൻ്റെ ജനപ്രതിനിധികളല്ലേ. കേരളത്തിലെ പാവപ്പെട്ടവരുടെ റേഷൻ മുടക്കാൻ വേണ്ടിയിട്ടല്ലേ ചോദ്യം. കേരളത്തിലെ സഹകരണ ബാങ്ക്, അവിടുത്തെ നാടുവാഴികളിൽ നിന്ന് കേരളത്തിലെ ജനങ്ങളെ സാമ്പത്തികമായി മോചിപ്പിച്ച നമ്മുടെ സഹകരണ ബാങ്കുകളെ പൂട്ടിക്കെട്ടിക്കാൻ വേണ്ടിയിട്ടല്ലേ ചോദ്യം ചോദിക്കുന്നവർ. ഇത്തരം ചോദ്യങ്ങൾ ചോദിച്ച് പാരയും പാരടിയുമായി കഴിയുന്ന ഇവർക്ക് എന്ത് അവകാശമാണ് ഞങ്ങൾക്കെതിരെ പറയാൻ വേണ്ടിയിട്ട്? ഞങ്ങളുടെ പാർട്ടി ചെറുതായിരിക്കും, പക്ഷേ ഈ ബില്ലുകളിലൊക്കെ ഞാൻ കൊടുത്ത ഭേദഗതികൾ നോക്ക്. രാജ്യസഭയിൽ എനിക്കറിയാം, ഒരു ഭേദഗതി പോലും കോൺഗ്രസ് അംഗങ്ങൾ കൊടുത്തിട്ടില്ല. ഈ പറയുന്ന മഹാത്മാഗാന്ധി തൊഴിൽദാന പദ്ധതിയിൽ എൻ്റെ അറിവിലില്ല. ഇൻഷുറൻസ് ഒരു ഭേദഗതി പോലും കൊടുത്തില്ല. ന്യൂക്ലിയർ ഒരു ഭേദഗതി പോലും കോൺഗ്രസ് കൊടുത്തില്ല. അതായത് ഇവിടെ ഈ പറയുന്ന കൊളോണിയൽ മൈൻഡ് സെറ്റിൽ നിന്ന് മോചനമെന്ന് പറഞ്ഞിട്ട് പാശ്ചാത്യ ശക്തികൾക്ക് മുമ്പിൽ തലകുനിക്കാൻ വേണ്ടി കൊണ്ടുവന്ന 2 ബില്ലുകളെക്കുറിച്ച് എന്താണ് കോൺഗ്രസ്സുകാർക്ക് പറയാനുള്ളത്? അവരെന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ജോൺ ബ്രിട്ടാസ് ഉന്നയിക്കുന്ന 2 പ്രശ്നമുണ്ട്. അതിലൊന്ന്, രാഹുൽ ഗാന്ധി ഉണ്ടായിരുന്നുവെങ്കിൽ പ്രധാനമന്ത്രിയോടൊപ്പം ചായ സൽക്കാരത്തിൽ കോൺഗ്രസ് എംപിമാർ പങ്കെടുക്കുമായിരുന്നു. ഇല്ല എന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറയുന്നു. കാരണം പാർലമെന്റിൽ പ്രതിപക്ഷത്തിൻ്റെ ആവശ്യങ്ങൾ നിഷേധിക്കുന്ന, പാർലമെന്റിൽ പ്രതിപക്ഷം ഉന്നയിക്കുന്ന ആവശ്യങ്ങളെ ഒരു വിലയും കൽപ്പിക്കാത്ത, പാർലമെന്റിൽ പ്രതിപക്ഷത്തെ പൂർണ്ണമായും അവഗണിക്കുന്ന സർക്കാർ നിലപാടിൽ പ്രതിഷേധിച്ചു ചായ സൽക്കാരത്തിൽ പങ്കെടുക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ചത് രാഹുൽ ഗാന്ധിയാണ്. അതൊരു അനൗപചാരികമായ തീരുമാനമായിരുന്നു. അത് എല്ലാ പ്രതിപക്ഷ കക്ഷികളും പിന്തുടരുകയും ചെയ്തിട്ടുണ്ട്. അതിലെന്തിനാണ് മാറ്റം വരുത്തിയത്? എന്തായിരുന്നു അതിൻ്റെ ഉദ്ദേശം? NK പ്രേമചന്ദ്രൻ അടക്കമുള്ളവർ എന്തിന് പങ്കെടുത്തു? ഈ ചോദ്യമാണ് ചോദിക്കുന്നത് ജോൺ ബ്രിട്ടാസ്. അതുമാത്രമല്ല, ശബരിമല കാര്യത്തിൽ ശബരിമലയിലേക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റി എത്തിയത് എപ്പോഴാണ്? കേരളത്തിൽ കോൺഗ്രസ് ഭരിക്കുന്നു, കേന്ദ്രത്തിൽ UPA സർക്കാർ ഭരിക്കുന്നു. UPAയുടെ അധ്യക്ഷയായ സോണിയാഗാന്ധിയുടെ അടുത്തേക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ എത്തിച്ചത് ആരാണ്? പ്രധാനമന്ത്രിയെ കാണാൻ എളുപ്പമാണ്, അത്രയ്ക്കും പാടാണ് സോണിയാഗാന്ധിയെ കാണുക. UPAയുടെ അധ്യക്ഷയാണ്. അങ്ങനെയുള്ള ഒരാളുടെ അടുത്തേക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റി എത്തുകയും കയ്യിൽ ചരട് കെട്ടിക്കൊടുക്കുകയും സമ്മാനങ്ങൾ കൈമാറുകയും ഒക്കെ ചെയ്യുന്നത് ആരുടെ പിൻബലത്തിലാണ്? ഉണ്ണികൃഷ്ണൻ പോറ്റി മാത്രമാണോ? ഗോവർദ്ധൻ കൂടെയുണ്ട്,
ജ്വല്ലറി ഉടമ അറസ്റ്റിലാണിപ്പോൾ. അദ്ദേഹത്തെയും സോണിയാഗാന്ധിയുടെ അടുത്തെത്തിച്ചു. ആരൊക്കെയാണ് അതിന് എല്ലാ സഹായം ചെയ്തു കൊടുത്തത്? ആന്റോ ആന്റണി എം പി, അടൂർ പ്രകാശ് എം പി, പ്രയാർ ഗോപാലകൃഷ്ണൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ്. എന്നിട്ട് ഇപ്പോൾ ലജ്ജയില്ലാതെ പാരടിയും പാടി നടക്കുകയാണ് ചെയ്യുന്നത് എന്നാണ് ജോൺ ബ്രിട്ടാസ് ചോദിക്കുന്നത്. ഉറപ്പായും കോൺഗ്രസ് നേതാക്കൾ ഇതിന് മറുപടി പറയേണ്ടതുണ്ട്. അതോടൊപ്പം എന്തുകൊണ്ട് കോൺഗ്രസ് എം പിമാർ പാട്ടുപാടുന്ന സമയത്ത് ദില്ലിയിലെ ഒരു മാധ്യമപ്രവർത്തകനും എല്ലാവരുടെയും കയ്യിൽ ആ ഫോട്ടോ ഉണ്ടായിരുന്നല്ലോ, എന്നിട്ട് എന്തുകൊണ്ട് ചോദിച്ചില്ല? എന്തുകൊണ്ട് ഈ ഫോട്ടോ അവരെ കാണിച്ചുകൊണ്ട് നിങ്ങൾ ചോദിച്ചില്ല എന്ന ചോദ്യവും മാധ്യമപ്രവർത്തകരോടും ചോദിക്കുന്നു ജോൺ ബ്രിട്ടാസ്. എന്തായാലും കോൺഗ്രസ് എം പിമാർക്ക് മാത്രമല്ല, കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാർക്ക് മാത്രമല്ല, മാധ്യമപ്രവർത്തകർക്കും കണക്കിന് കിട്ടിയിട്ടുണ്ട് ജോൺ ബ്രിട്ടാസിന്റെ കയ്യിൽ നിന്നും.